പത്തനംതിട്ട ജില്ലയിൽ അതിശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ശബരിമല തീർത്ഥാടകർ പമ്പ ഉൾപ്പെടെയുള്ള നദികളിൽ ഇറങ്ങുന്നതും കുളിക്കടവുകൾ ഉപയോഗിക്കുന്നതും ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ നിരോധിച്ചു. അതിശക്തമായ മഴ മുന്നറിയിപ്പ് പിൻവലിക്കും വരെയാണ് നിരോധനം. കൂടുതൽ വിവരങ്ങളുമായി ശ്രീജി എസ് ശ്രീധർ ചേരുന്നു. ശ്രീജി, ഇപ്പോഴും മഴ തുടരുകയാണ്. എന്തെല്ലാം ആണ് വിശദാംശങ്ങൾ? പത്തനംതിട്ട ജില്ലയിൽ മലയോര മേഖലകളിൽ ഉൾപ്പെടെ മഴ തുടരുകയാണ്. എന്നാൽ മഞ്ഞ ജാഗ്രതയാണ് നിലവിൽ ജില്ലയിലുള്ളത്. ജില്ലാ ഭരണകൂടം മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശബരിമലയിൽ മഴ തുടരുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസത്തെ പോലെയുള്ള ശക്തമായ മഴയ്ക്ക് കുറവ് വന്നിട്ടുണ്ട്. സത്രം പുല്ലുമേട് കാനന പാതയിലൂടെയുള്ള കാൽനടയാത്ര 2 ദിവസത്തേക്ക് നിരോധിച്ചിട്ടുണ്ട്. പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കുള്ള പാതയിൽ ചില സ്ഥലങ്ങളിൽ വടം കെട്ടിത്തിരിച്ചിട്ടുണ്ട്. ശക്തമായ മഴ തുടർന്നാൽ കാനനപാത വഴി തീർത്ഥാടകരെ കയറ്റിവിടില്ല. പമ്പയിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ജില്ലയുടെ വിവിധ മേഖലകളിൽ 2 ദിവസമായി ശക്തമായ മഴ ലഭിക്കുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ അംഗനവാടി മുതൽ പ്രൊഫഷണൽ കോളേജ് വരെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയിട്ടുണ്ട്. പമ്പയിലും സന്നിധാനത്തും ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും നേരിടാൻ ദേശീയ ദുരന്ത നിവാരണ സേനയും സജ്ജമാണ്. ഇന്നലെ വൈകിട്ട് 12 പേരടങ്ങിയ തീർത്ഥാടകർ കഴുതക്കുഴി പുല്ലുമേട് പാതയിൽ കുടുങ്ങിയെങ്കിലും NDRF, അഗ്നിരക്ഷാസേന, വനം വകുപ്പ് സംഘമെത്തി പരിക്കേറ്റവരെ സന്നിധാനം ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. പത്തനംതിട്ടയിൽ അതിശക്തമായ മഴ തുടരുകയാണ്. വിവരങ്ങൾ നൽകിയത് ശ്രീജി എസ് ശ്രീധർ.